സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ നമ്മൾ തകർന്നു പോകുന്നവരുണ്ട്. ആ ജീവിത സാഹചര്യങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ നമ്മുടെ ജീവിതം നശിച്ച് നമുക്ക് മുന്നേറാൻ പറ്റാണ്ട് പോകുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിനുണ്ട്. ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്, വിതക്കാരൻ്റെ കഥ. വിതക്കാരൻ വിതയ്ക്കാൻ പോയി വിത്തും കൊണ്ട്. വിതച്ചത് കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വഴികരികിൽ വീണു എന്നാണ് പറയുന്നത്. വഴികരികിൽ വീണത് കിളികളൊക്കെ വന്ന് കൊത്തി തിന്നുപോയി. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലവർ വഴിയരികിൽ വീഴുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വ്യക്തികൾ ചിലപ്പോൾ അവരെ തളർത്തി കളയുന്നത് കൊണ്ട് അവർക്ക് മുന്നേറാൻ പറ്റാത്തില്ല. അവരെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതം മുന്നേറാൻ പറ്റാതെ തകർന്നു പോകും. രണ്ടാമതായിട്ടാണ് പാറമേൽ വീണത്. പാറമേൽ വീണത് അധികം താഴ്ചയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വിത്തുകളൊക്കെ പെട്ടെന്ന് മുളച്ചു പൊങ്ങും. പക്ഷെ വെള്ളമില്ല, വെയിലേറ്റണ കാരണം കൊണ്ടൊക്കെ, പിന്നെ ആഴമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ നല്ലതാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുളച്ചു പൊങ്ങും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് മുളച്ചു പൊങ്ങുന്നതുകൊണ്ടും അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ചിലവരുടെ ജീവിതത്തിൽ ഞാൻ വലിയ ആളായെന്ന അഹങ്കാരം, അങ്ങനെ പല സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വീണ്ടും വളർന്നതിൻ്റെയും സ്പീഡിൽ അവർ തകർന്നു പോകും. ചിലപ്പോൾ ആ തകർച്ചയിൽ ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും. മൂന്നാമതായിട്ടാണ് മുൾച്ചെടികൾക്ക് ഇടയിൽ വീണത്. അത് വളർന്നു വന്നെങ്കിലും മുൾച്ചെടികൾ അതിനെ ഞെരുക്കി കളയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉയർന്നു വരുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ, ചില പ്രഷർ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തകർത്ത് കളയും. അതിനെ നമുക്ക് അതിജീവിക്കാൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ അത് വലിഞ്ഞു മുറുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നേറാൻ പറ്റാത്തത് കൊണ്ട് ചിലവരുടെ ജീവിതം തകർന്നു പോകുന്നവരുണ്ട്. നാലാമതായിട്ടാണ് നല്ല നിലത്ത് വീണത്. നല്ല നിലത്ത് വീണത് വിത്ത് എന്ന് പറയുന്നത് നല്ല വെള്ളവും വളവും സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന കാരണം കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് എല്ലാത്തിനും അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് 100 മേനിയും 60 മേനിയും ഫലം പുറപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ച് അത്യാവശ്യം വെള്ളവും വളമൊക്കെ കൊടുക്കണ പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ കണ്ടുപിടിച്ച് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല നിലത്ത് വീണ വിത്തായി ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബായ്.